പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി 148 നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രത്തിലാണ്. ഇന്നലെ ഞാനിവിടെ വന്നപ്പോഴത്തേന് ഇന്നലെ കൊടിയേറ്റായിരുന്നു തിരുവുത്സവത്തിന്. അപ്പോൾ അവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേന് ഒരു സാധനം കണ്ട് അത് നിങ്ങളെ കൂടെ ഞാൻ കാണിക്കാം. കേരളത്തിൽ വളരെ അപൂർവമായി കാണുന്ന ഒരു നാരങ്ങയാണ് ഗണപതി നാരങ്ങ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കറിയാം ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളിൽ ഒരാളാണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഈ നാരങ്ങയും. അതുകൊണ്ടാണ് ഇതിന് ഗണപതി നാരങ്ങ എന്ന പേര് വന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ഈ കുറച്ചും കൂടെ മൂപ്പ് എത്തുമ്പോഴത്തേന് ഗണപതിയുടെ തുമ്പിക്കൈ പോലെ ഇതിൻ്റെ അറ്റം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആകാം ഇതിന് ഗണപതി നാരങ്ങ എന്നുള്ള പേര് വന്നത്. ഇത് സാധാരണ പൂജയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത്, ഗണപതി ഹോമത്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വൈറ്റമിൻ സിയുടെ അമൂല്യ ശേഖരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടി കൂടുതലും ഇതിൻ്റെ കുരുവിന് ഭയങ്കര കയ്പ്പുമാണ്. അതുകൊണ്ട് ഇത് കറി വെക്കുന്നവർ, ഇത് സാധാരണ നമുക്ക് മറ്റു നാരങ്ങ പോലെ തന്നെ ഇത് കറി വെക്കാം. കറി വെക്കുമ്പോൾ ഇതിൻ്റെ കുരു അതിൻ്റെ അകത്ത് വീണെങ്കിൽ നാരങ്ങ കയ്പ്പായിട്ട് അനുഭവപ്പെടും. അതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഇതിനെപ്പറ്റി ഉള്ളത്. ഞാൻ നെറ്റിൻ്റെ അകത്തൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേന് ക്യാൻസറിന് വരെ അതുപോലെയുള്ളൊരു ഔഷധ കൂട്ടാണ് ഇതിനുള്ളത്. ഒരുപാട് ഉദര രോഗങ്ങൾക്ക്, അതുപോലെ കൃമിശല്യത്തിന്, അങ്ങനെയുള്ള ഒരുപാട് ഔഷധങ്ങളുടെ ഒരു കലവറയായിട്ടാണ് ഈ ഗണപതി നാരങ്ങയെ നെറ്റ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ തിരുവുത്സവത്തിന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്താണ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ നാരങ്ങ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെ തന്നെ നോക്കി നിന്നപ്പോൾ എൻ്റെ തൊട്ട് സമീപത്ത് നിന്ന പുതുപ്പള്ളി ഡയാകെയർ ലാബിൻ്റെ ഉടമയും NCPയുടെ ജില്ലാ പ്രസിഡന്റുമായ ദീപു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് ഗണപതി നാരങ്ങയാണ്, ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ തിരക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനിത് തിരക്കിയപ്പം പയ്യപ്പാടി കൊച്ചുമറ്റത്തുള്ള തമ്പിച്ചായൻ എന്ന് പറഞ്ഞ ആൾ ആണ് ഈ നാരങ്ങ ഇവിടെ കൊടുത്തത്. അപ്പോൾ അദ്ദേഹം ഈ ശാഖയിലെ അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടോട്ട് പോയി ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. പയ്യപ്പാടി MES കോളേജ്, കൊച്ചുമറ്റത്തുള്ള MESനടുത്താണ്. അപ്പോൾ ഇത് തന്നെയാണ് തമ്പിച്ചായന് കൃഷിയുടെ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പറമ്പിലാണ് ഇത്. ഒരു 4-5 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവും കൂടെയാണ്, പയ്യപ്പാടിയിൽ അടുമ്പക്കാട്ടിലുള്ള ബോബൻ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ബന്ധുവും കൂടെയാണ്. അപ്പോൾ അവിടെ വെച്ച് അത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കൂടുതൽ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ആ പറമ്പിലാണ്, അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതുണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഔഷധ ഗുണത്തെപ്പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇത് സാധാരണ എവിടുന്നോ പുള്ളി ഇതിൻ്റെ തൈ കൊണ്ടുവന്ന് വെച്ചതാണ്. ഏതായാലും നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. പറമ്പിൽ മുഴുവൻ കൃഷിയാണ്. അപ്പോൾ ഇതിൻ്റെ മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകവശം സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുരുവിന് ഭയങ്കര കയ്പ്പാന്ന് പറഞ്ഞു. ആ കയ്പ്പ് കൊണ്ട് ഇത് കറി വെക്കുമ്പം, തമ്പിച്ചായം കറി വെച്ചിട്ട് നല്ല കയ്പ്പായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ മറ്റുള്ളവർ ആരാണ് കൊണ്ടുപോയിട്ട് അവർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് തമ്പിച്ചായൻ അവിടെ വെച്ച് ഒരെണ്ണം എനിക്ക് പറിച്ച് തന്നു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനതുമായിട്ട് വീട്ടോട്ട് പോന്നു. ഇതിൻ്റെ കമ്പും തൈയുമൊക്കെ ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. സ്ഥലങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നല്ല ഔഷധ ഗുണമുള്ള നാരങ്ങ ആയതുകൊണ്ട് ധാരാളം ആവശ്യക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. പുതുപ്പള്ളി SNDPയിലെ തിരുവുത്സവം ആയതുകൊണ്ട് ശാഖയുടെ പ്രസിഡന്റ് ശശി, അതുപോലെ ശാഖയുടെ സെക്രട്ടറി രമേശൻ പറഞ്ഞു അവർ ഗണപതി ഹോമത്തിന് അവർ കടയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് തമ്പിച്ചായൻ ഇത് ഇവിടെ സമർപ്പിച്ചത്. ഞാനിതിനെപ്പറ്റി നെറ്റ് നോക്കിയപ്പോൾ തന്നെ ഒരുപാട് ഔഷധത്തിൻ്റെ ചേരുവയായിട്ടാണ് ഈ ഗണപതി നാരങ്ങ കണ്ടത്. നിങ്ങൾക്കും സെർച്ച് ചെയ്യാം. നമുക്കിത് വീടുകളിലൊക്കെ വളരെ ലളിതമായിട്ട് തന്നെ ഇത് നമുക്ക് ചെറിയ ഗ്രോ ബാഗിലാണേലും അധികം സ്ഥലമൊന്നും വേണ്ട, ഒരു അലങ്കാര ചെടി പോലെ ആണെങ്കിലും ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഞാനതായിട്ട് കണ്ടുകൊണ്ടാണ് ഇതിനെപ്പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി പോയത്. നമ്മുടെ ഗണപതി നാരങ്ങ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കിതൊന്ന് കറി വെച്ച് നോക്കാം ഇതെങ്ങനെയുണ്ടെന്നുള്ളത്.